ഹലോ മൈ ഫ്രണ്ട്സ്, ലിസ് ബ്യൂട്ടി ടിപ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ പോസ്റ്റ് എന്താണെന്നോ, ഫ്ലാക്സ് സീഡ് കൊണ്ടുള്ള ഒരു ഫേസ് പാക്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് നമ്മുടെ ഗ്ലാസ് സ്കിന്നാവുന്നതിന്, സ്കിന്നിലെ എല്ലാ പിന്നെ ഒരുവിധ എല്ലാ പ്രശ്നങ്ങൾക്കും ഫ്ലാക്സ് സീഡ് ജെല്ല് നല്ലതാണ്. അതിന് കാരണം എന്താണെന്നോ, ഇതിൽ ധാരാളമായിട്ട് ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ സ്കിന്നിന് ഒത്തിരി ഗുണം ചെയ്യുന്ന ഒന്നാണ്. അതുപോലെ തന്നെ ഫൈറ്റോ കെമിക്കൽസ്, പിന്നെ ആൻറ്റി ഓക്സിഡൻസ്, ഫൈബർ, പിന്നെ ധാരാളം മൈക്രോ ന്യൂട്രിയൻസ് തുടങ്ങി പോഷകങ്ങൾ തുടങ്ങി ഒത്തിരി വൈറ്റമിൻസും മിനറൽസും ഫ്ലാക്സ് സീഡിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും നല്ല ഗുണം, എടുത്തു പറയുന്ന ഗുണം എന്താണെന്നോ, സ്കിൻ ടൈറ്റ് ആവുന്നതിന് കേട്ടോ, സ്കിൻ ടൈറ്റ് ആവുന്നതിന് ഏറ്റവും നല്ല ഒരു ഫേസ് പാക്കാണ് ഞാനിപ്പോൾ പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് പിന്നെ നമ്മുടെ ഒമേഗ 3 ഫാറ്റി ആസിഡ്സും അതുപോലെ തന്നെ ഫൈറ്റോ കെമിക്കൽസും ആൻറ്റി ഓക്സിഡൻസും ഫൈബറും ഒക്കെ നമ്മുടെ സ്കിന്നിൽ ചെയ്യുന്ന വേറൊരു ഗുണം കൊണ്ടായിട്ട്, അതെന്താണെന്നോ, നമ്മുടെ ഈസ്ട്രജൻ്റെ ലെവലിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ഇത് കഴിയുന്നുണ്ട്. അപ്പോൾ ഈസ്ട്രജൻ്റെ ലെവൽ ബാലൻസ് ചെയ്യുന്നതോടൊപ്പം തന്നെ സ്കിന്നിൽ ഉണ്ടാവുന്ന അധികമായിട്ട് നമ്മുടെ ഒരു ഏജ് സ്കിന്നിലൊക്കെ വരുന്ന പിന്നെ ഹോർമോണൽ ഇംബാലൻസ് മൂലം ഉണ്ടാവുന്ന മുഖക്കുരുകളും പ്രശ്നങ്ങൾക്കൊക്കെ ഒരു ശാശ്വത പരിഹാരമാണ് കേട്ടോ. കാരണം നമ്മുടെ ഈസ്ട്രജന് സന്തുലനാവസ്ഥ നിലനിർത്തുമ്പോൾ തന്നെ സ്കിന്നിൽ കോളജൻ ബൂസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ സ്കിന്നിലെ പിന്നെ ഈർപ്പം നിലനിർത്തുന്നതിനും ആ ഡ്രൈനെസ് കുറയുന്നതിനും സ്കിന്ന് സോഫ്റ്റ് ആവുന്നതിനും എല്ലാത്തിനും, അതുപോലെ എക്സസ് ആയിട്ടുള്ള സെബത്തിനെ നിയന്ത്രിക്കുന്നതിനും എല്ലാത്തിനും ഈ ഈസ്ട്രജൻ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അത് നമ്മൾ ഈ ഫ്ലാക്സ് സീഡ് ജെല്ലിൽ നിന്ന് നമുക്കത് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈസ്ട്രജനെ ബാലൻസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു ഫേസ് പാക്കാണിത് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ഓരോന്നായിട്ട് പറയാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഇങ്ങനെ ഒരു പ്രായം കഴിയുമ്പോൾ ഹോർമോണൽ ഇംബാലൻസ് മൂലമുള്ള മുഖക്കുരു പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കതിനെ നിയന്ത്രിക്കാൻ സാധിക്കും. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഉള്ള പാക്ക് നമുക്ക് വേണ്ടത് 1 സ്പൂൺ ഫ്ലാക്സ് സീഡ് പൗഡർ, അതല്ലെങ്കിൽ ജെല്ല്. അപ്പോൾ ജെല്ലുണ്ടാക്കാൻ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഹെയറിൻ്റെ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ പലരും പറഞ്ഞ് സ്കിന്നിൻ്റെയും കൂടെ പറയണം എന്ന് പറഞ്ഞിട്ടാണ് ഞാനിപ്പോൾ സ്കിന്നിലുള്ള നമ്മുടെ ഫേസ് പാക്ക് കൊണ്ടുള്ള ഗുണങ്ങളുമായിട്ട് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഫ്ലാക്സ് സീഡ് നിങ്ങൾ ജെല്ലാണ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ചെയ്യേണ്ടത് 2 കപ്പ് വെള്ളം എടുക്കുക. 2 കപ്പ് വെള്ളം എടുത്ത് 1/2 കപ്പ് ഫ്ലാക്സ് സീഡ് അതിലേക്കിട്ട് ചെറിയ ചൂടിൽ കേട്ടോ, സിമ്മിലിട്ടാൽ മതി ഗ്യാസിൽ. നന്നായിട്ട് അത് തിളച്ച് ഒരു 5-10 മിനിറ്റ് ഒന്നും വേണ്ട, 5-8 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേനും അതിൻ്റെ ജെല്ലിങ് പുറത്തേക്ക് വരും. അപ്പോൾ ഇത് നമുക്ക് നല്ലൊരു മെറ്റാലിക് ആയിട്ടുള്ള ഒരു സ്ട്രെയിനിൽ അരിച്ചെടുത്തിട്ട് എടുത്ത് വെച്ചോളൂ. നിങ്ങൾ 1 മാസം വരെ നിങ്ങൾക്കത് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. ഫ്രിഡ്ജിലോ പുറത്തോ ഒക്കെ വെക്കാം, കേടാവില്ല. അപ്പം നിങ്ങൾ ജെല്ല ഉപയോഗിക്കണമെങ്കിൽ 1 സ്പൂൺ എടുക്കുക. അതല്ല ഇനി നിങ്ങൾ പൊടിച്ചു വെക്കാനാണ് താല്പര്യമെങ്കിൽ നമ്മുടെ മിക്സിയിൽ നമ്മൾ ചട്നി അരയ്ക്കുന്ന മിക്സി ഉണ്ടല്ലോ, ജാറുണ്ടല്ലോ, ആ ജാറിലിട്ട് നമ്മൾ പൊടിച്ച് വെച്ചിരുന്നാൽ മതി. പൊടിച്ച് നന്നായിട്ടൊരു നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ഡപ്പയിലിട്ട് അടച്ച് വെച്ചിരുന്നാൽ അത് അവിടെ ഇരുന്നോളൂ, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇത് ഏതാ നിങ്ങളുടെ ഇഷ്ടം പോലെ എടുക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും പൊടിയാണെങ്കിലും ജെല്ലാണെങ്കിലും ഒക്കെ 1 സ്പൂൺ എടുക്കുക. 1 സ്പൂൺ ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ ചെറുനാരങ്ങ നീരും 1 സ്പൂൺ ഹണിയും ഓക്കെ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത്, ഈ മുഖക്കുരു വലിയ മുഖക്കുരു ആയിരിക്കുമല്ലോ ഈ സമയത്ത് വരുന്നത്. അപ്പോൾ ഈ മുഖക്കുരു ഉള്ള ഭാഗങ്ങളിൽ നമുക്കിതെല്ലാം ഇടുക. ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ ചെറിയ ചൂടുവെള്ളത്തിൽ വാഷ് ചെയ്ത് കളയാം. ഓക്കെ, ഇതാണ് നമുക്ക് ഈ ഹോർമോണൽ ഇംബാലൻസ് മൂലം നമ്മുടെ മുഖത്തുണ്ടാവുന്ന വലിയ മുഖക്കുരുകൾക്കും പസ്സും ബ്രേക്കൗട്ടൊക്കെ പോകുന്നതിന് ഏറ്റവും നല്ലൊരു പാക്കാണ് ഫ്ലാക്സ് സീഡ് വെച്ച് ഞാനിപ്പോൾ പറഞ്ഞത് കേട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് സ്കിൻ ടൈറ്റ് ആവാൻ അല്ലേ. സ്കിൻ ടൈറ്റ് ആവാൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് കോളജൻ ബൂസ്റ്റ് ചെയ്യുന്നതിനും സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിനും ഒക്കെ നല്ലതാണ് ഫ്ലാക്സ് സീഡ് ജെൽ. അപ്പോൾ നമ്മുടെ ഡാർക്ക് സ്പോട്ടൊക്കെ പോകുന്നതിനും ചുളിവുകൾ വരാതിരിക്കാനും ഫൈൻ ലൈൻസൊക്കെ കുറയുന്നതിനും എല്ലാത്തിനും ഫ്ലാക്സ് സീഡ് നമുക്ക് ജെല്ല് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ അതിന് നമുക്ക് വേണ്ടത് ഫ്ലാക്സ് സീഡ് ജെല്ല് അല്ലെങ്കിൽ ഫ്ലാക്സ് സീഡ് പൗഡർ 1 ടേബിൾ സ്പൂൺ വേണം.
ടേബിൾ സ്പൂൺ വേണ്ട, 1 സ്പൂൺ മതി. അതിലേക്ക് നമുക്കൊരു 1/2 സ്പൂൺ സിനമൺ പൗഡർ ഇടണേ. സിനമൺ പൗഡർ എന്ന് പറയുമ്പോൾ അത് എല്ലാവർക്കും പറ്റില്ല കേട്ടോ. ചിലവർക്ക് അത് ഭയങ്കര എരിച്ചിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ സിനമൺ പൗഡർ ഇട്ടാൽ നല്ലതാണ്. നിങ്ങൾക്കത് സ്കിന്നിന് കുഴപ്പമില്ലെങ്കിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. പിഗ്മെൻറ്റേഷൻ പോകുന്നതിനും ബ്രൗൺ സ്പോട്ട് പോകുന്നതിനും എല്ലാത്തിനും ഈ സിനമൺ പൗഡർ നമ്പർ 1 ആണ്. പക്ഷേ ഇതാണ് ഇതിൻ്റെ ഒരു കുഴപ്പം. നമുക്കൊരു സ്കിന്നിൽ ഒരു ഇച്ചിങ് എരിച്ചിലൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് അങ്ങ് കഴുകണേ. അപ്പോൾ നിങ്ങളത് വേണ്ടെന്ന് വെക്കണം സിനമൺ പൗഡർ. അതിന് പകരം നമുക്ക് മുൾട്ടാണി മിട്ടി ഇടാം. ഓക്കെ, അപ്പോൾ ഇനി ആദ്യം തുടങ്ങി പറയാം. 1 സ്പൂൺ ഫ്ലാക്സീഡ് ജെല്ല് വേണം. പിന്നെ ഒരു 1/2 സ്പൂൺ സിനമൺ പൗഡർ വേണം. പിന്നെ നമുക്ക് റോസ് വാട്ടർ വേണം. ഒരു 1/2 സ്പൂൺ റോസ് വാട്ടറും 1 സ്പൂൺ പുളിയില്ലാത്ത തൈര് യോഗട്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് മുഖത്തെല്ലാം അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ചെറിയ ചൂടുവെള്ളത്തിൽ 15 മിനിറ്റ് കഴിയുമ്പോൾ മസാജ് ചെയ്ത് മാറ്റാം കേട്ടോ. ഈ പാക്ക് സ്കിൻ ടൈറ്റ് ആവുന്നതിനും നല്ല ഗ്ലാസ് സ്കിൻ എന്നൊക്കെ നമ്മൾ പറയില്ലേ, കണ്ണാടി പോലെ തിളങ്ങുന്ന സ്കിന്നാവുന്നെന്ന്, അങ്ങനെയൊക്കെ ആവുന്നതിന് ഏറ്റവും നല്ലതാണ്. നിങ്ങൾ ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യമൊക്കെ ഇട്ടാൽ മതി കേട്ടോ. റെഗുലറായിട്ടൊന്നും ഒരിക്കലും ഒരു ഫേസ് പാക്ക് ഇടരുത്. അപ്പോൾ ആഴ്ചയിൽ 2 പ്രാവശ്യം നമുക്കിങ്ങനെ ഇടാം. അപ്പോൾ സ്കിന്ന് നല്ല ടൈറ്റ് ആവുന്നതിനൊക്കെ ഈ പാക്ക് ഗുണം ചെയ്യും. ഇപ്പോൾ കണ്ണാടി പോലെ മുഖം തിളങ്ങാനുള്ള 2 പാക്കുകൾ ഞാൻ പറഞ്ഞേ. ഇനി മുഖം നമുക്ക് ഇപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, പ്രായമൊന്നും ആയിട്ടില്ല, ചെറുപ്പം പിള്ളേർക്കും ഇത് നമുക്ക് സൺ ഡാമേജ് മാറുന്നതിനും ഡിസ്കളറേഷൻ വരാതിരിക്കുന്നതിനും ഒക്കെ വെറുതെ നമുക്ക് പിന്നെ ഇത് പൊടി ഇടാം. അതുപോലെ തന്നെ ജെല്ല് നിങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ജെല്ല് ഒന്നിടവിട്ട ദിവസങ്ങളിലൊക്കെ കുറച്ച് നേരം ജെല്ലൊക്കെ അപ്ലൈ ചെയ്ത് ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് വാഷ് ചെയ്ത് കളയാം കേട്ടോ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അതിലേക്ക് ഇടണമെങ്കിൽ ഓട്സ് പൊടിച്ചെടുത്തിട്ട് അത് പിന്നെ അതൊരു സ്പൂണും 1 സ്പൂണ് ഫ്ലാക്സീഡ് ജെല്ല് അതല്ലെങ്കിൽ പൗഡർ കേട്ടോ. എന്നിട്ട് റോസ് വാട്ടറോ അല്ലെങ്കിൽ പാലോ മിക്സ് ചെയ്തിട്ട് നമുക്ക് ആഴ്ചയിൽ 2 പ്രാവശ്യമൊക്കെ കുട്ടികൾക്ക് ഇടാം കേട്ടോ. പിന്നെ നിങ്ങൾ വലിയ വെയിലത്തു നിന്നൊക്കെ വരുന്നവർ ആണെങ്കിൽ, ഇപ്പോൾ ഒത്തിരി വെയിൽ കൊള്ളേണ്ട ജോലികളുണ്ടല്ലോ, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് നിങ്ങൾ പുറത്ത് പോയി വന്നു കഴിഞ്ഞിട്ട് മുഖമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കുറച്ച് ഫ്ലാക്സീഡ് ജെല്ലെടുത്ത് അങ്ങോട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സൺ ഡാമേജ് തടുക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് സ്കിന്നിന് വേണ്ടി ഫ്ലാക്സീഡ് ജെല്ല് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ പോസ്റ്റ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ ഈ ഫ്ലാക്സീഡ് ജെല്ലെന്ന് പറഞ്ഞാൽ ഫ്ലാക്സീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഒത്തിരി ഗുണങ്ങളുണ്ട്. ഹെയറും സ്കിന്നും മാത്രമല്ല, നമ്മളിത് കഴിക്കുന്നത് കൊണ്ടും ഒത്തിരി ഗുണങ്ങൾ, നമുക്ക് ഒത്തിരി രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുന്നതിനെല്ലാം കഴിക്കുന്നതും നല്ലതാണ്. അപ്പോൾ ഈ കഴിക്കുന്നത് ആയിട്ട് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അപ്പം എൻ്റെ ഈ പോസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്നെ വാച്ച് ചെയ്ത് നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക്സ് ഉണ്ട് കേട്ടോ. ഞാൻ എൻ്റെ കാര്യം ഒന്ന് പറഞ്ഞോട്ടെ, ഒത്തിരി പേരുണ്ടല്ലോ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാൻ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒത്തിരി പേരുണ്ട്, അവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യണം, ഫ്രണ്ട്സിനെല്ലാം ഷെയറും ചെയ്യണം. പിന്നെ എന്നെ സ്നേഹിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക്സ് കേട്ടോ. ഒത്തിരി എനിക്ക് സന്തോഷം നൽകുന്ന കമൻസൊക്കെ ഒത്തിരി ഞാൻ വായിക്കാറുണ്ട്. നിങ്ങൾ എഴുതുന്നത് ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് കേട്ടോ. ഓക്കെ എന്നാൽ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.